രാത്രിയിൽ പെട്ടെന്ന് ശരീരമൊട്ടാകെ ചൊറിച്ചിൽ കട്ടകളായിട്ട് പൊങ്ങുന്നുണ്ടോ? ഇത് സിമ്പിൾ അലർജി അല്ല കേട്ടോ, അർട്ടിക്കേറിയ എന്നുള്ള കണ്ടീഷനാണ്. അർട്ടിക്കേറിയ എന്ന് പറയുന്നത് ശരീരത്തിൽ സഡൻ ആയിട്ട് വരുന്ന ഒരു അലർജിക് റിയാക്ഷനാണ്. ചൊറിച്ചിലും ചുവന്ന പാടുകളും തടിപ്പുകളും ഉണ്ടാകാം. ഇത് കൂടുതലായിട്ട് രാത്രി വരും, ചിലപ്പോൾ രാവിലെ വരും, ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ മെയിൻ റീസൺസ് എന്താണെന്നൊക്കെ വെച്ചാൽ ചില ഫുഡ് ഐറ്റംസ് ലൈക്ക് നമ്മൾ സീ ഫുഡ്, അതായത് കക്ക, ഞണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ, നട്ട്സ്, ടെമ്പറേച്ചർ ഉണ്ടാകുന്ന സഡൻ ചേഞ്ച്, ചൂട്, തണുപ്പ്, സ്ട്രെസ്സ്, ടെൻഷൻ, നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഒന്ന് മാറിപ്പോയാലും വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലോ. ഒന്നാമത് ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് അവോയ്ഡ് ചെയ്യാം. പിന്നെ വളരെ ചൂടുള്ള കുളി, വളരെ ചൂടുള്ള വെള്ളത്തിലുള്ള കുളി ഒഴിവാക്കാം. അതുപോലെ കോൾഡ് കംപ്രസ് അല്ലെങ്കിൽ തണുത്ത തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ കംപ്രസ് ചെയ്ത് കൊടുക്കാം. ട്രിഗറിങ് ഫുഡ്, ഇതുപോലെയുള്ള കക്ക, ഞണ്ട് അങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ക്രാച്ച് ചെയ്യാതിരിക്കുക, ചൊറിയാതിരിക്കുക. ചൊറിഞ്ഞാൽ അത് കൂടുതൽ വേഴ്സൺ ആവും. അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ അർട്ടിക്കേറിയ ട്രീറ്റ് ചെയ്യുമ്പോൾ സിംറ്റംസ് മാത്രമല്ല റൂട്ട് കോസ് മാത്രമാണ് നോക്കുന്നത്, മനസ്സിലാക്കാം. ചിലർക്ക് സ്ട്രെസ്സാണ് കാരണം, ചിലർക്ക് ഭക്ഷണമാണ് കാരണം, ചിലർക്ക് വെതർ ചേഞ്ച് ആണ് കാരണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ റിപ്പീറ്റഡ് അറ്റാക്സ് ഗ്രാജുവലി കുറയുകയും ലോങ് ടേം കൺട്രോൾ കിട്ടുകയും ചെയ്യാറുണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഹോമിയോപ്പതിക് മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് പറയാം. എപ്പസ് മെലിഫിക്ക, റെസ്റ്റോക്സ്, നീട്രമോർ, അതുപോലെ അർട്ടിക്ക യൂറിൻസ് എന്നിവയാണിത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് റൂട്ട് ഔട്ട് ചെയ്യാൻ, അതായത് കംപ്ലീറ്റ് ആയിട്ട് അസുഖം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. 3 മാസം തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം. അതുകൊണ്ട് ഈ മരുന്നുകൾ ഡോക്ടർ ഗൈഡൻസ് അനുസരിച്ച് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. നിങ്ങൾക്ക് ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അലർജി ഉണ്ടോ, അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടോ, ഇഗ്നോർ ചെയ്യാതെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ആൻഡ് ആരോഗ്യ സംബന്ധമായ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമായി കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഓഫ്, ഡോക്ടർ ജിഷ മേരി.